വീട് വെക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. നമുക്ക് വാസ്തു, ഫെങ്ഷുയി, പിരമിഡ് വാസ്തു, അങ്ങനെ പല എനർജി കാര്യങ്ങളും പലരും പറയുന്നുണ്ട്. ഒരു വീട് വെക്കാൻ പോകുന്ന അല്ലെങ്കിൽ വീട് വെക്കുന്ന അല്ലെങ്കിൽ വീട് വച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വാസ്തു ആണോ, ഫെങ്ഷുയി ആണോ, പിരമിഡ് ആണോ, അങ്ങനെയൊന്നും അല്ല ഇവർ ചിന്തിക്കുന്നത്. ഒരു സാധാരണക്കാരൻ അവൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ കുടുംബത്തിന് എങ്ങനെ ആരോഗ്യകരമായി ജീവിക്കാം, എങ്ങനെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാം, എങ്ങനെ തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാകാം, എങ്ങനെ വീട്ടിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരാം, അതിന് ഈ പറയപ്പെടുന്ന ശാസ്ത്രങ്ങൾ ഏതെങ്കിലും എന്നെ സഹായിക്കുമോ, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ്റെ ചിന്താഗതി പോകുന്നത്. നമുക്ക് ഇവിടെ ഫെങ്ഷുയിലെ 5 കാര്യങ്ങളാണ് നമുക്കിവിടെ നോക്കാവുന്നത്. ഒന്ന്, നമുക്ക് ഫെങ്ഷുയിൽ ഇപ്പോൾ കുറേ ആൾക്കാർ ഫെങ്ഷുയി ചെയ്യുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ആൾക്കാരും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂളുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പലരും, ഒരാളിനെയും ഞാൻ കുറ്റം പറയുകയല്ല, ചിലർ ജസ്റ്റ് 1-2 ബുക്കുകൾ വായിച്ചിട്ട് അത് ഇന്നതാണെന്നുള്ളൊരു ഐഡിയ കണ്ടിട്ട് അതനുസരിച്ചിട്ട് അങ്ങ് പറയുകയാണ്. ഇപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാർ പറയുന്നത്, നിങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്തൊരു ചെടി വയ്ക്കൂ, വടക്ക് വശത്തൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രം വയ്ക്കൂ, അങ്ങനെ ഒരു ചെറിയ ചെറിയ ടൂളുകളാണ് പറയുന്നത്. അത് സിംബോളിക് ഫെങ്ഷുയുടെ ഒരു ഭാഗമാണ് ഈ പറയുന്നത്. ഇവർ ഈ പറയുന്നതിൽ തെറ്റില്ല. അപ്പം ഇന്നിപ്പം നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ഫെങ്ഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കറിയാം, മറ്റേ ചിരിക്കുന്ന കുബേരനെ വെക്കുന്നതല്ലേ, ആ മൊട്ടത്തലേനെ വെക്കുന്നതല്ലേ, അല്ലെങ്കിൽ ചെടി വെക്കുന്നതല്ലേ, അല്ലെങ്കിൽ ഒരു ബെല്ല് തൂക്കിയിടുന്നതല്ലേ ഫെങ്ഷു, അതെനിക്കറിയാം, നമ്മളെ വീട്ടിലും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ അത് ഫെങ്ഷുയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് അറിയാവുന്ന, അതായത് നല്ലൊരു ഫെങ്ഷു കൺസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂളുകളൊന്നും ഉപയോഗിക്കാതെ ഒരു വീടിനെ ആക്ടിവേഷൻ ചെയ്യാനും നല്ല പ്രോസ്പെരിറ്റിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഈ ടൂൾ വെക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് ചോദിച്ചാൽ 100% പ്രയോജനമുണ്ട്. അതിനപ്പുറമാണ് ഫെങ്ഷു എന്ന് പറയുന്ന ശാസ്ത്രവും അതിനകത്തെ കാര്യങ്ങളും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ഫെങ്ഷുയുടെ നിയമപ്രകാരം ഒരു വീട് പണിയുമ്പോൾ വീടിന്റെ ഓരോ സ്ഥലം എന്ന് പറയുന്നത് 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഒരു സെൻട്രൽ പോയിന്റുമാണ് ഏതൊരു വീട്ടിനും ഏതൊരു റൂമിനും എല്ലാത്തിനും ഉള്ളത്. ആ ഓരോ സ്ഥലത്തും വരുന്ന എനർജി എന്താണെന്ന് മനസ്സിലാക്കുകയും ആ എനർജിയെ നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ ആ വീടിനെ സെറ്റ് ചെയ്യുകയും ചെയ്താൽ, നമ്മുടെ ബെഡ്റൂമുകളും നമ്മുടെ എൻട്രൻസ്, നമ്മുടെ സ്വീകരണ മുറി, അങ്ങനെ നമ്മുടെ മറ്റ് റൂമുകളെല്ലാം അതിനനുസരിച്ച് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൈബ്രേഷൻ, അതിൻ്റെ ഒരു എനർജി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതിൽ പ്രധാനപ്പെട്ട ചില സംഗതികളിലേക്ക് നമുക്ക് പോകാം. ഒന്നെന്ന് പറയുന്നത്, ഒരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയും. ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ കഴിഞ്ഞ കുറെ ടോപ്പിക്കുകളായിട്ട് ഞാൻ ഫ്ലൈങ് സ്റ്റാറിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് അത്രത്തോളം ബൃഹത്തായിട്ടുള്ള ഒരു സയൻസ് ആണ്. നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മളത് ഞെട്ടിപ്പോവും. കാരണം എന്ന് പറയുന്നത്, ഒരു വീടില് 3 തരത്തിലാണ് ഈ നക്ഷത്രങ്ങളുടെ സ്വാധീനം വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയാം. ഒരു വീടെടുത്ത് വീടിനെ കറക്റ്റ് 9 തിരിച്ചു. 9 തിരിച്ചിട്ട് ഇതിൽ ഞാൻ റൂമുകൾ തിരിക്കുന്നില്ല, വീടിനെ കറക്റ്റ് 9 കളങ്ങളാക്കി ഞാനങ്ങ് മാറ്റിയിട്ട് ഇതിൽ 8 ദിക്ക് ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട്. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ഇതിൽ ചില സഹോദരങ്ങൾ പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ പറയണം, ചിലർ പറയുന്നുണ്ട് മലയാളത്തിൽ പറയണം. ഞാൻ ഒന്നുകൂടെ പറയാം. തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക്, കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക്, അങ്ങനെ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും മധ്യത്തുള്ള ഒരു ഭാഗവും. തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് കന്നിമൂല, വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് വായുകോണ്, വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഈശാനകോണ്, തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് അഗ്നികോണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ അനുസരിച്ചിട്ട് ഓരോ ദിക്കിലും 2 നമ്പറുകൾ വീതം വരും. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതില് നമ്മുടെ സമ്പത്തിന്റെ സ്റ്റാർ എവിടെ നിൽക്കുന്നു അവിടെ കൊണ്ടുപോയി നമുക്ക് എൻട്രൻസ് വയ്ക്കാം. സമ്പത്തിന്റെ സ്റ്റാറിൽ എൻട്രൻസ് വെച്ചാൽ ഈ വീട്ടിൽ എപ്പോഴും ശരിക്കും പൈസ വരുന്നൊരു എനർജി ആയിരിക്കും വീടിൻ്റെത്. അടുത്തത്, ഈ സമ്പത്ത് നിലനിൽക്കാനായിട്ടൊരു സ്റ്റാർ ഉണ്ട്. ഈ സമ്പത്ത് നിലനിൽക്കാനായിട്ടൊരു സ്റ്റാർ എന്ന് പറയുന്നത് അതിനെ പ്രോസ്പെരിറ്റി ഉള്ള മൗണ്ടൻ സ്റ്റാർ എന്ന് പറയും. പ്രോസ്പെരിറ്റി ഉള്ള മൗണ്ടൻ സ്റ്റാർ എന്ന് പറയും. അപ്പൊ അതും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പൊ നല്ലൊരു ഫ്ലൈങ് സ്റ്റാറിൽ ഒരു വാട്ടർ സ്റ്റാർ ഉണ്ട്. ആ സ്ഥലത്ത് നമുക്ക് എൻട്രൻസ് വെക്കണം. നല്ല പ്രോസ്പെരിറ്റി ഉള്ള മൗണ്ടൻ സ്റ്റാറിൽ നമുക്ക് എന്ത് വേണം? ബെഡ്റൂമും കൊണ്ടുവരണം. എല്ലാം ഫെങ്ഷുയുടെ തിയറികളാണ്. അപ്പം അത് രണ്ടും നമുക്ക് അങ്ങനെ നിലനിർത്താനായിട്ട് പറ്റി.
അപ്പോൾ എന്നാൽ മാത്രമേ വീട്ടിൽ സമ്പത്ത് നിൽക്കത്തുള്ളൂ. വീട്ടിൽ പൈസ വന്നാൽ മാത്രം മതിയോ, സമ്പത്ത് നിൽക്കണമെങ്കിൽ നല്ലൊരു മൗണ്ടൻ സ്റ്റാർ കൂടെ വീട്ടിൽ വേണം. അടുത്തത്, തൊഴിൽ മെച്ചപ്പെടുത്താൻ എവിടെ ആക്ടിവേഷൻ ചെയ്യണം? ഇതിന്റെ ഒരു വാട്ടർ സ്റ്റാർ 1 എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് എവിടെയാണെന്ന് വീട്ടിൽ കണ്ടുപിടിക്കണം. ആ വാട്ടർ സ്റ്റാർ 1 കൊണ്ടുപോയി വാട്ടർ ആക്ടിവേഷൻ ചെയ്യണം. എങ്കിൽ അവിടെ തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും. അടുത്തത്, വിവാഹത്തിന്റെ ഒരു നക്ഷത്രമുണ്ട്. ഇപ്പൊ വിവാഹപ്രായമായുള്ള കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വിവാഹത്തിന്റെ നക്ഷത്രം എവിടെ നിൽക്കുന്നു ആ ഭാഗത്ത് നമ്മൾ ആക്ടിവേഷൻ ചെയ്യണം. ആക്ടിവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് വിവാഹം നടക്കാനും മറ്റും ഇത് കൊണ്ട് പ്രയോജനപ്പെടും. ഇനി അടുത്തത്, ഈ നല്ല സ്റ്റാറുകൾ മാത്രമല്ല മോശം സ്റ്റാറുകളും വീട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഏറ്റവും മോശം സ്റ്റാർ എന്ന് പറയുന്നത് ഒരു വാട്ടർ സ്റ്റാർ 5 ഏറ്റവും മോശമാണ്. അതുപോലെ തന്നെ മൗണ്ടൻ സ്റ്റാർ 5ഉം ഏറ്റവും മോശമാണ്. വാട്ടർ സ്റ്റാർ 5ൽ ഒരിക്കലും ഒരു എൻട്രൻസ് വരാൻ പാടില്ല. മൗണ്ടൻ സ്റ്റാർ 5ൽ ഒരിക്കലും ഒരു ബെഡ്റൂം വരാനും പാടില്ല. ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഫെങ്ഷുയുടെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മളൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൗഭാഗ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫെങ്ഷു എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. ഈ ശാസ്ത്രപ്രകാരം വീടിന്റെ ഓരോ ദിക്കിലും നക്ഷത്രങ്ങൾ വരുന്നു. ഇത് നിങ്ങൾക്ക് ഫെങ്ഷു അറിയാമെങ്കിലും അറിഞ്ഞുകൂടെങ്കിലും നിങ്ങളുടെ വീട്ടിന്റെ ഓരോ ദിക്കിലും ഓൾറെഡി 2 നമ്പറുകളുണ്ട്. അതിനെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതിനൊരു എനർജിയാണ്. അപ്പൊ ചില പറയലേ, ഇന്ന സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എനർജിയാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര നേട്ടങ്ങളാണ്, അങ്ങനെ പറയാറില്ലേ? ചില സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന മൊത്തം നഷ്ടമാണ്. ചില റൂമിൽ കിടക്കാൻ പറയും, ഈ റൂമിൽ ഞാൻ എന്നൊക്കെ കിടക്കുക അപ്പോഴെല്ലാം എനിക്ക് അസുഖം. ചില റൂമിൽ കിടക്കുകയാണെങ്കിൽ ഈ റൂമിൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് തൊഴിലിലൊക്കെ നല്ല നേട്ടമാണ്, ഓഫീസിൽ ചെന്നാൽ നല്ല ആക്റ്റീവ് ആയിരിക്കും, അങ്ങനെയൊക്കെ പറയാറില്ലേ? അത് ഓരോ സ്ഥലത്തെ ആ ഒരു എനർജിയാണ് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ എനർജി എന്താണെന്ന് കറക്റ്റ് കണ്ടുപിടിക്കാൻ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടന്റിനെ കൊണ്ട് സാധിക്കും. അത് ആ വീടിന്റെ ഏത് ഡിഗ്രി മുതൽ ഏത് ഡിഗ്രി വരെ വന്നിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കും ആ ഒരു പോർഷനും വരച്ച് മാറ്റാനും ഫെങ്ഷി കൺസൾട്ടന്റിന് സാധിക്കുന്നതാണ്. ഇത് വളരെ മഹത്തായിട്ടുള്ള ശാസ്ത്രമാണ്. അപ്പോൾ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് പലർക്കും ഈ ഒരു ശാസ്ത്രത്തെ പറ്റി അറിയില്ല. കാരണം ഇത് നമ്മുടേതല്ല, മറ്റൊരു രാജ്യത്തിൻ്റെതാണ്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഇത് ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതാത് സ്ഥലങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതനുസരിച്ചിട്ട് ആ നേട്ടങ്ങളെ സ്വീകരിക്കാനും ദോഷങ്ങളെ ഒഴിവാക്കാനും സാധിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ പറയപ്പെടുന്ന ഫെങ്ഷുയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയുന്നത്. ഇതിനെ സിംബോളിക് ഫെങ്ഷു എന്നാണ് പറയുന്നത്. ഒരു സിമ്പിൾ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ അതിന്റെ ഒരു എനർജി വർക്കാവും. ഇപ്പൊ ഇതൊരു ലാഫിൻ ബുദ്ധയാണ്. ഈ ലാഫിൻ ബുദ്ധ തന്നെ പല മോഡലുകളുണ്ട്. ഇതിലെ ട്രാവലിംഗ് ബുദ്ധ എന്നാണ് ഈ പറയുന്ന ഒരു മോഡലിന്റെ പേര്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് കൺസൾട്ടിങ് രംഗത്തുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വിൽക്കുകയും അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ലാഫിൻ ബുദ്ധയിൽ ഈ ട്രാവലിംഗ് ബുദ്ധയാണ്. ഇത് ഒരുപാട് പ്രോസ്പിരിറ്റി ഉള്ള ഒരു ബുദ്ധയാണ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് അരോന ഫിഷ് ആണ്. ഇതിന്റെ ലൈവൊക്കെ നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ നോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തോട്ടുള്ള റിസൾട്ട് കിട്ടും. അങ്ങനെ വെക്കാൻ സൗകര്യക്കുറവുള്ളവർക്ക് സ്റ്റാച്യു വെച്ചാലും അതിന്റെ ഒരു എനർജി കിട്ടും. അതുപോലെ തന്നെ വീട്ടിലേക്ക് കടന്നു വരുന്ന നിഷേധാത്മകമായ എനർജി, നെഗറ്റീവ് എനർജിയിൽ നിന്നും വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുവാൻ കുങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യുവും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാളും കൂടെ നിൽക്കുന്ന ഒരു സ്റ്റാച്യു ഉണ്ട്. ഇത് മെയിൻ എൻട്രൻസിലോട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്ത് വെക്കാവുന്നതാണ്.